ടെലിവിഷൻ ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി. സ്വാഭാവികമായിട്ടും പൊതുവെ നമ്മുടെ സീനിയർ ഡയറക്ടേഴ്സിന് പൊതുവായിട്ട് വരുന്ന സംവിധായകരോട് അല്ലെങ്കിൽ അവരെ അംഗീകരിക്കാൻ മടിയുള്ളവർ രഞ്ജിത്തിനെയും ശ്യാമപ്രസാദിനെയൊക്കെ വളരെ ഓപ്പണായിട്ട് ഹൃദയം നിറഞ്ഞ് ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ഷാഹിദ് സാറിനെ പോലെയുള്ള മഹാമനസ്കതയുള്ള സംവിധായകർക്ക് സാധിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്ക് ആവേശം പകരുന്നതാണ്. അത് എനിക്ക് പിന്നാലെ വരുന്നവർക്ക് തീർച്ചയായിട്ടും ഇതുപോലുള്ള നല്ല ഉപദേശങ്ങളും ആത്മാർത്ഥമായ അംഗീകാരങ്ങളും നൽകാൻ സാധിക്കട്ടെ എന്നുള്ള മനസ്സുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ഈ മനോഹരമായ സായാഹ്നത്തിൽ നമ്മുടെ ആര്യയെ പോലെയുള്ള ആളുകളെയൊക്കെ അസൂയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ജനസമുദ്രം, ഇത് മുഴുവൻ മലയാളികളാണ്, മലയാള സിനിമാ പ്രേക്ഷകരാണ്, മലയാള സിനിമയെ സ്നേഹിക്കുന്നവരാണ് എന്ന് അഭിമാനപൂർവ്വം മലയാളി കലാകാരന്മാർക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ബോധ്യപ്പെടുത്താൻ സഹായിച്ച എല്ലാ മലയാള ചലച്ചിത്ര പ്രേക്ഷകർക്കും യുഎയിലെ എല്ലാ GCCയിലുമുള്ള പ്രേക്ഷകർ പക്ഷെ ഇവിടെ ഉണ്ടായെന്ന് വരാം. ഇത്രയും വലിയ ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഒരു ക്രിക്കറ്റ് കളി കാണാൻ പോലും എത്ര ആളുണ്ടാവില്ല. കാരണം ഈ ഗാലറിയിൽ ഇരിക്കാനേ പറ്റുള്ളൂ, ബാക്കിയുള്ള ഭാഗത്ത് ആൾക്കാർ കളിക്കായിരിക്കും. തീർച്ചയായിട്ടും അതിനേക്കാളേറെ ആവേശത്തോടുള്ള സിനിമ കാണുകയും സിനിമയെ നിശിതമായി വിമർശിക്കുകയും സിനിമയോട് അദമ്യമായ ആരാധനയും അംഗീകാരവും കലാകാരന്മാരുടെ സ്നേഹവാത്സല്യവും കാണിക്കുന്നത് കൂടുതലും പ്രവാസികളായ മലയാളികളാണ്. ഒരുപക്ഷെ കേരളത്തിൽ ഇത്രയോടെ ക്ഷമയോടുകൂടി നമ്മുടെ നാട്ടിലെ ഏകദേശം ഒരു 12 മണിയോളമായി കാണും. ഇത്രത്തോളം ക്ഷമയോടെ കാത്തിരിക്കുന്ന മലയാളി പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. വീണ്ടും ഒരിക്കലല്ല പലപ്പോഴായി നിങ്ങളെ ഇതുപോലെ ഈ വേദിയിൽ കാണാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭരാത്രി, ഹാപ്പി ദീപാവലി.